ഗോൾഡ് ഇഡിഎഫില് നിക്ഷേപിക്കാൻ പ്ലാനുണ്ടോ? ഏറ്റവും ചിലവ് കുറഞ്ഞ ഇഡിഎഫുകൾ ഇതാ. നേട്ടങ്ങൾ നിരവധി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയിൽ സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 മാർച്ചിനു ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സ്വർണ്ണവില 24 കാരറ്റ് 10 ഗ്രാമിന് ഇരട്ടിയിലധികം വർദ്ധിച്ച് 88,500 രൂപയായി ഉയർന്നു. ഭൗതികമായി സ്വർണം വാങ്ങുന്നതിനപ്പുറം സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ETF ഉൾപ്പെടെയുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട മറ്റ് നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപകർ ചായുന്നുണ്ട്. പല നിക്ഷേപകരും പരമ്പരാഗതമായി സ്വർണം വാങ്ങുന്നതിനുപകരം സ്വർണ്ണ ഇഡിഎഫുകളിൽ നിക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്വർണ്ണ ഇഡിഎഫുകളിൽ നിക്ഷേപിക്കുന്നത് ലോഹത്തെ ഭൗതികമായി സൂക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടോ മോഷണത്തെക്കുറിച്ചുള്ള ആശങ്കയോ മറ്റ് അപകടസാധ്യതകളോ ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. പോർട്ട്ഫോളിയോയിൽ സ്ഥിരത നൽകുന്നതിനും പണപ്പെരുപ്പത്തിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്നതിനുമുള്ള ഒരു ജനപ്രിയ മാർഗമായി സ്വർണ്ണ ഇഡിഎഫുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇഡിഎഫുകൾ വാങ്ങുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ സ്വർണത്തെ ഒരു ഇലക്ട്രോണിക് രൂപത്തിൽ നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുന്നു എന്നാണ്. സ്റ്റോക്കുകളിൽ വ്യാപാരം ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് സ്വർണ്ണ ഇഡിഎഫുകൾ വാങ്ങാനും വിൽക്കാനും കഴിയും. ഒരു സ്വർണ്ണ ഇഡിഎഫ് യൂണിറ്റ് 1 ഗ്രാമിന് തുല്യമാണ്. നിക്ഷേപകർ പലപ്പോഴും ഫണ്ടുകളുടെ മുൻകാല വരുമാനം താരതമ്യം ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ സ്വർണ്ണ ഇഡിഎഫുകളുടെ കാര്യത്തിൽ ഇത് അല്പം വ്യത്യസ്തമാണ്. ഈ ഫണ്ടുകൾ സ്വർണ്ണ വിലകൾ നേരിട്ട് ട്രാക്ക് ചെയ്യുന്നതിനാൽ അവയുടെ വരുമാനം ഏതാണ്ട് ഒരുപോലെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെലവ് അനുപാതമാണ്. കുറഞ്ഞ ചെലവ് അനുപാതമുള്ള ഒരു സ്വർണ്ണ ETF തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞ ചെലവും ഉയർന്ന വരുമാനവും വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യൻ വിപണിയിൽ നിരവധി സ്വർണ്ണ ഇഡിഎഫുകൾ ലഭ്യമാണ്. നിക്ഷേപകർ ബുദ്ധിപൂർവ്വം കുറഞ്ഞ ചെലവുള്ള ഓപ്ഷന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്ക് മികച്ച വരുമാനം നേടാൻ കഴിയും. ചെലവ് അനുപാതം കുറഞ്ഞത് മുതൽ ഉയർന്നതുവരെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ലഭ്യമായ 5 വില കുറഞ്ഞ സ്വർണ്ണ ഇഡിഎഫുകളെക്കുറിച്ച് അറിയാം. സീറോദ ഗോൾഡ് ETF ആണ് ഇതിൽ ഒന്നാമത്. ഇതിന്റെ ചെലവ് അനുപാതം 0.32% മാത്രമാണ്. 2024 ഫെബ്രുവരി 26 ഇത് ആരംഭിച്ചത്. മിറേ അസറ്റ് ഗോൾഡ് ETF ആണ് രണ്ടാമത്. ചെലവ് അനുപാതം 0.34%. 2023 ഫെബ്രുവരി 20 ഇത് ആരംഭിച്ചത്. മൂന്നാമത്തേത് LIC MF ഗോൾഡ് ETF ആണ്. ചെലവ് അനുപാതം 0.41%. 2011 നവംബർ 9 ഇത് ആരംഭിച്ചത്. ചെലവ് അനുപാതം 0.42% ടാറ്റ ഗോൾഡ് ETF ആണ് നാലാമത്. 2024 ജനുവരി 12 ഇത് ആരംഭിച്ചത്. ബറോഡ BNB പാരിബ ഗോൾഡ് ETF അഞ്ചാമതാണ്. 2023 ഡിസംബർ 13 ആരംഭിച്ച ഇതിന്റെ ചെലവ് അനുപാതം 0.48%. ഗോൾഡ് ഇഡിഎഫിന്റെ നേട്ടങ്ങൾ. ഭൗതിക സ്വർണം സൂക്ഷിക്കുമ്പോൾ മോഷണത്തിനും മായം ചേർക്കലിനും സാധ്യതയുണ്ട്. അതേസമയം ഗോൾഡ് ഇഡിഎഫ് ഡിമാറ്റ് രൂപത്തിലാണ്. അത് പൂർണ്ണമായും സുരക്ഷിതമാണ്. കുറഞ്ഞ ചെലവും വാങ്ങലും വിൽപ്പനയും എളുപ്പവുമാണ് എന്നതാണ് മറ്റൊരു നേട്ടം. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി നൽകണം. പക്ഷേ ഗോൾഡ് ഇഡിഎഫിൽ അത്തരം ചിലവുകളൊന്നുമില്ല. കൂടാതെ ഇത് എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. 99.5% പരിശുദ്ധിയുള്ള സ്വർണത്തിലാണ് നിക്ഷേപം നടത്തുന്നത്. അതിനാൽ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്കയില്ല. ഭൗതിക സ്വർണം വാങ്ങാൻ വലിയ തുക ആവശ്യമാണ്. എന്നാൽ ഗോൾഡ് ഇഡിഎഫിൽ നിങ്ങൾക്ക് ചെറിയ തുക ഉപയോഗിച്ച് നിക്ഷേപം ആരംഭിക്കാം. അപകടസാധ്യതകൾ. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് പ്രധാന വെല്ലുവിളി. സ്വർണ്ണ ഇഡിഎഫ് വിലകൾ പൂർണ്ണമായും അന്താരാഷ്ട്ര സ്വർണ്ണ വിലകളെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ വിപണി ഇടിഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. സ്റ്റോക്ക് മാർക്കറ്റുമായോ മ്യൂച്വൽ ഫണ്ടുകളുമായോ താരതമ്യപ്പെടുത്തുമ്പോൾ സ്വർണത്തിൽ നിന്നുള്ള വരുമാനം ദീർഘകാലാടിസ്ഥാനത്തിൽ അത്ര ആകർഷകമല്ല. കാരണം വിലയിലെ മാറ്റങ്ങൾക്കൊപ്പം മാത്രമേ അത് വർദ്ധിക്കൂ. അതേസമയം ഇക്വിറ്റിയിൽ കമ്പനികളുടെ വളർച്ചയും ഗുണകരമാണ്. സ്വർണ്ണ ഇഡിഎഫുകൾക്കും ചില ചാർജുകളുണ്ട്. ഇതിനെ ചെലവ് അനുപാതം എന്ന് വിളിക്കുന്നു. ഇത് മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ കുറവാണെങ്കിലും സ്വർണ്ണ ETF തിരഞ്ഞെടുക്കുമ്പോൾ നിക്ഷേപകർ ഇപ്പോഴും അത് പരിഗണിക്കണം. നിങ്ങൾക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും ഭൗതികമായി അത് വാങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗോൾഡ് ഇഡിഎഫുകൾ ഒരു മികച്ച ഓപ്ഷനാണ്. എന്നാൽ നിക്ഷേപിക്കുന്നതിനു മുമ്പ് അതിന്റെ ചെലവുകൾ, സാധ്യതയുള്ള അപകടസാധ്യതകൾ, നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ എന്നിവ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നിക്ഷേപ നിർദ്ദേശമല്ല. ലഭ്യമായ വസ്തുതകൾ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓഹരി നിക്ഷേപങ്ങൾ വിപണികളിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് എന്ന വസ്തുത എപ്പോഴും ഓർക്കുക. അതിനാൽ തന്നെ ഇത്തരം നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം.